ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. എനിക്കതൊന്നും ആധികാരികമായി പറയാനൊന്നും അറിയില്ല, എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏത് സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ പുതുതലമുറകൾ എങ്ങോട്ടാണ് പോണത്? ആർക്കാണ് ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കുണ്ടോ, പഠിപ്പിക്കുന്ന അധ്യാപകർക്കുണ്ടോ, ഭരിക്കുന്ന സർക്കാരിനുണ്ടോ? അപ്പോൾ ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ 4 വയസ്സായ കുട്ടികൾക്ക് വരെ ലഹരി കൊടുത്തു എന്ന് പറയുമ്പോൾ ലഹരി മാഫിയയുടെ പിടിയിലാണ് കേരളം. അവർ ഇപ്പോൾ അഴിഞ്ഞാടുവാണ്, ലഹരി വിറ്റ് കാശുണ്ടാക്കുവാണ്. ഇന്നും ഇന്നലെ അല്ല, ഇതിപ്പോൾ കുറേ കാലങ്ങൾ കൊണ്ട് റെഡിയായി വന്നതാണ്. അപ്പോൾ ഈ കുറേ കാലങ്ങളെടുത്ത് വന്നപ്പോൾ നമ്മുടെ സർക്കാർ എന്താ നോക്കിയിരിക്കുമായിരുന്നു? ഇത് നേരത്തെ സർക്കാരിനാകാൻ പാടില്ലായിരുന്നു. പണ്ട് ആൻ്റണി സർക്കാർ ഇരുന്നപ്പോൾ മദ്യം നിരോധിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് കേരളത്തിലെ ജനങ്ങൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തിയവരാണ്, മദ്യനിരോധനത്തിനെതിരെ. എന്താ അവർ അന്ന് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ജോലി ഇല്ലാതാകും, അതുകൊണ്ട് മദ്യം നിരോധിക്കേണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അവർക്ക് വേറെ ജോലിയൊന്നും അറിയത്തില്ല, ഇത് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാനവും മദ്യം തന്നെയാണ്. സർക്കാരിന് വേറൊരു മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സർക്കാരും പൊതുജനങ്ങളും എല്ലാം കൂടെ കേരളത്തെ മൊത്തം ഒരു ലഹരിമയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനെതിരെ എന്തായാലും കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളിലൊക്കെ ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഇതൊക്കെ നേരത്തെ ആവേണ്ടതായിരുന്നു. പക്ഷെ പണ്ടൊക്കെ എങ്ങനെയാണ്? മദ്യം ഏത് വീട്ടിലും ഒരു ഫംഗ്ഷൻ വന്നാൽ ആദ്യം മേടിക്കുന്നത് മദ്യമായിരിക്കും. ആൾ മരിച്ചാൽ മേടിക്കും, വിവാഹത്തിന് മേടിക്കും, ബർത്ത്ഡേക്ക് മേടിക്കും, കുഞ്ഞ് ജനിച്ചാൽ മേടിക്കും. അപ്പം മൊത്തം മദ്യം ആണ് ഓരോ കുടുംബങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഫംഗ്ഷനിൽ നമ്മൾ വെള്ളം കൊടുക്കുന്ന പോലെ ഈ മദ്യം ഇല്ലെങ്കിൽ ആരും ഒരു പരിപാടിക്ക് പോലും വരാതെ ആ സ്ഥിതിയിലേക്ക് കാർന്നോന്മാർ, ഇപ്പോഴത്തെ കുഞ്ഞു തലമുറയല്ലത്, കാർന്നോന്മാരങ്ങനെയായിരുന്നു. ആ കാർന്നോന്മാരെ കണ്ടു പഠിച്ചല്ലേ ഇപ്പോഴത്തെ തലമുറ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ആരെ കുറ്റം പറയാനായിട്ടാണ്? പക്ഷേ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന വീടുകളിൽ എനിക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവിടുത്തെ അമ്മമാരാണ്, അല്ലെങ്കിൽ സഹോദരികളാണ്, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മക്കൾ ലഹരിക്ക് അടിമപ്പെട്ട അച്ഛന്മാർ അന്നൊരു അത്ര റിസ്ക് ഒന്നുമില്ല അവർക്ക്. അച്ഛന്മാരെ കുറച്ചൊക്കെ പേടിയും ഉണ്ടാവും ഇവർക്ക്. പക്ഷേ സ്ത്രീകൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒന്നും മക്കളോട് ചെയ്യല്ലേ എന്ന് പറയാനോ എന്താന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ലെവലില്ലാതെ നിൽക്കുമല്ലേ, എന്ത് വേണേലും ചെയ്യാം. കുറച്ച് കാലം സർക്കാരും എല്ലാവരും ഇത് കണ്ണടച്ചതെന്ന് പറയാൻ കാര്യം, എൻ്റെ മക്കൾ നല്ലതാണ്, അവരങ്ങനെ ചിന്തിക്കും. അല്ലെങ്കിൽ എൻ്റെ ജീവന് വിലയുണ്ട്, ലഹരിക്കാരെ പോയി പിടിച്ച് എൻ്റെ ജീവൻ കളയണ്ട, അങ്ങനെയും ചിന്തിച്ച്. അപ്പം എല്ലാം അങ്ങനെ ചിന്തയിൽ വന്ന് അവസാനം നമ്മുടെ ഒന്നും കൈകളിൽ ഒതുങ്ങാത്ത രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ബോധം ഉണ്ടായത്. ഇന്നലെ അവരുടെ വീട്ടിലാണെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അതിനൊരു അഭിനന്ദനം ഞാൻ കൊടുക്കുവാണ്. ഇപ്പോൾ എല്ലാവരും അരുൺ സാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. നല്ല കാര്യമാണ്. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ഇതിനെതിരെ പ്രവർത്തിക്കണം. ഇതിനെതിരെ പ്രവർത്തിച്ച് ഇതിൻ്റെ ഉറവിടത്തിലെ നശിപ്പിച്ച് കുറേയൊക്കെ, ഇപ്പോൾ ഒരാൾ അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്നും അന്യരാജ്യങ്ങളിലേക്ക് ജോലിക്ക് ഗൾഫിലേക്കൊന്നും വിടരുത്. അങ്ങനെയൊക്കെ നേരത്തെ ഒരു ഐഡിയകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയായിരുന്നു. മനസ്സിലായോ? അവരെ ഒരു 3 മാസത്തെ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഇത് വെച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞ, അപ്പോൾ ഈ പഠിക്കുന്ന പിള്ളേർക്കെല്ലാം അതൊരു താക്കീതാകും.
കാരണം ഇവർ ഈ സ്കൂൾ പഠിത്തം ഇതെല്ലാം കഴിഞ്ഞ് വിദേശത്തോട്ട് പോയി രക്ഷപ്പെടാമെന്നോർത്തായിരിക്കും നടക്കുന്നത്. അപ്പോൾ അവർക്കതൊരു വാണിംഗ് ആകണം. അമ്മ അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റണം. വനിതകളും ഇതിന് മുന്നിട്ടിറങ്ങണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ.